വളരെ ഭംഗിയായിട്ടും വളരെ നന്നായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. സെയിമാണ്. ഒരുപാട് നല്ല പങ്കാളിത്തം. അത് ചെയ്യലും മറ്റും യാതൊരു വ്യത്യസ്തതയും കാണിച്ചിട്ടില്ല. വലിയവനാണോ ചെറിയവനാണോ ജാതി മത കാര്യങ്ങൾ ശരിക്കും കോൺഗ്രസിൻ്റെ എല്ലാവിധ എന്താ പറയേണ്ട പ്രത്യയശാസ്ത്രങ്ങളും കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനായിരുന്നു. യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഭരണം ഒരു ഇലക്ഷൻ വരാൻ പോകാം, പാർലമെന്റ് ഇലക്ഷൻ. എങ്ങനെ നോക്കിയാണ് ഇപ്പോഴത്തെ ഭരണത്തിനെ വെച്ച് ഇന്ത്യയുടെ സത്തത്തിൽ ഇല്ലാണ്ടാക്കുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു പക്ഷേ ഇനി അടുത്ത ഇലക്ഷന് ഒരു പക്ഷേ വീണ്ടും ഈ മതാധിഷ്ഠമായ ഭരണം വരികയാണെങ്കിൽ ഇന്ത്യ എന്ന സത്തത്തിൽ തന്നെ മറന്നു കളയേണ്ടി വരും. ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മതേതരം വിശ്വസിക്കുന്ന എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ ഇതൊരു ചാൻസാണ്. ഈ ചാൻസ് വിട്ടാൽ പിന്നെ റഷ്യയിലെ പുട്ടിനെ പോലെ ആവും ഇന്ത്യ. അത് യാതൊരു സംശയമില്ല. നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളിതുവരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല ഇതായിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇലക്ഷൻ എന്തായാലും പോകാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ആവശ്യമാണ്. വളരെ നല്ലതായിരുന്നു, മികവുറ്റതായിരുന്നു. നല്ല സംഘടന കാണിച്ചിരുന്നു. ഒരുപാട് ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും മികവുറ്റത് തന്നെയായിരുന്നു. അപ്പോൾ നാട്ടിലൊരു പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ഭരണം? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച്? കേന്ദ്ര ഭരണത്തെക്കുറിച്ച് വലിയ ഒരു അഭിപ്രായമില്ല എന്നുള്ള രീതിയിലാണ് എനിക്കുള്ളത്. കാരണം ജാതീയതയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് വോട്ട് എഴുതിക്കൊണ്ട് അധികാരത്തിൽ വന്നതാണ്. പക്ഷെ അതിന് ബദലാവാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയമായി വരുന്നത്. കാരണം ഇന്ത്യ മുന്നണി രൂപീകൃതമായി അതിൽ തന്നെ യോജിപ്പില്ലായ്മ കാണുന്നുണ്ട്. ഇവരൊക്കെ ഫൈറ്റ് ചെയ്യാൻ മാത്രമുള്ള ശക്തി അതിനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ സംശയം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കാരണം ഈ മുന്നണിയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പലപ്പോഴും അതിനകത്തുള്ള ഈ അറ്റുപോലെ കാണുമ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ഭരണമാറ്റം വരട്ടെ. തീർച്ചയായിട്ടും ഇവിടെ തന്നെ എല്ലാ ജാതി മതസ്ഥരും എല്ലാം ഒരുമിച്ചിരുന്നുള്ള ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് വേണ്ടത്. അതെ, ജാതീയത്തിനും മതത്തിനും എതിരായിട്ട് ഒരുമയുടെ സന്ദേശം കൊടുക്കുന്ന ഇത്തരം റംസാൻ ഇഫ്താറുകളൊക്കെ വളരെ സന്തോഷം തരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ OICC എല്ലാ പരിപാടിയിലും എൻ്റെ പങ്കാളി ഞാൻ വരാറുണ്ട്. ASA മെമ്പർ നിലയ്ക്ക് ഞാൻ വരാറുണ്ട്. വളരെ സന്തോഷം തരുന്ന പരിപാടി തന്നെയാണ്. ഈ പുണ്യമാസത്തിൽ ജാതിമത ഭേദമില്ലാതെ നല്ലൊരു ഒത്തുചേരലാണ് ഇവിടെ കണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത്രയും പേർക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ OIC കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കിട്ടി, നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ഐസ്ക്രീം അല്ല എല്ലാം. മഷീറ സൈനഫ്, 5A, അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ. താങ്ക് യു.